ഹലോ ഗൈസ്, അപ്പം മൈറ്റിയുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഗൈസ്, ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ വന്നേക്കുവാണ് ഇന്ത്യൻ ബൈക്സ് ആയിട്ടാണ്. അപ്പം ഗൈസ് അപ്പം നമ്മൾ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിരിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഗൈസ്, ഇന്ന് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന്. അപ്പോൾ അത് രഹസ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കത്തിച്ചു വിടാം. നമ്മൾ നേരത്തെ കത്തിച്ചു വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഓക്കെ ഓക്കെ പോലീസുകാർ ഇതെന്താ ഇതുകൊണ്ട് തന്നെയാണല്ലോ. ഓക്കെ അപ്പം നമുക്ക് അപ്പം നമ്മൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആകെ ഒരു പോലീസാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ പോലീസുകാരൻ്റെ അടുത്ത് എന്താണ് സംഭവം ചോദിക്കാം, എന്തിനെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം. ഓക്കെ, ഈ പുള്ളിക്കാരൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാറ് സ്റ്റീൽ ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ഒരു മാഫിയ കഴിഞ്ഞ് കാറ് സ്റ്റീൽ ചെയ്യാൻ പോകണം. അപ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് അവർ അടിച്ചുകൊണ്ട് പോയതാണ്. ഓക്കെ, അതിൻ്റെ കോപ്പി വേർഷൻ ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ബൈക്സിൽ. അപ്പം അത് നമ്മൾ പോയി മോഷ്ടിച്ചുകൊണ്ട് വരണമെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് അവർ എങ്ങനെയോ തട്ടിപ്പറിച്ച് വാങ്ങിച്ചത്. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ കയറാനും പറ്റില്ല. ഞങ്ങൾ റൈഡിങ്ങിന് പോയതാണ്, പക്ഷെ അവിടെ കാറൊന്നും ഞങ്ങൾ കണ്ടില്ല. ഓക്കെ അപ്പം നമ്മൾ ആ കാർ സ്റ്റീൽ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാറും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് കാറും കാര്യങ്ങളും താണ്ട് ഈ കിടക്കുന്ന കാറാണ്. നമുക്കത് നമ്മൾ രാത്രിയാണ് ചെല്ലേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ വരെ പോകണം. ഒരു വീട്ടിലാണ്, അത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ആ സംഭവം കാർ എവിടെയാണ്, ഇനി അണ്ടർഗ്രൗണ്ട് ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ അപ്പം നമ്മുടെ BMW M3 എടുത്തുകൊണ്ട് കത്തിച്ച് വിടാം. നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക്. ഓക്കെ അപ്പം നമ്മൾ നേരെ കത്തിച്ച് വിട്ട് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ കണ്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിക്ക് തോന്നി ഈ കാണുന്ന വീടാണെന്നാണ് തോന്നുന്നത്. ഈ വീട്ടിൽ വലുതായിട്ടൊന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊരു വീടാണ്, ഒരു ഷെഡ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലൊരു ഷെഡ് ഉണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. എൻ്റെ ബാക്കിലൊരു ഷെഡ് ഉണ്ടായിരുന്നു, ഒരു ഷെഡ്. ഓക്കെ, ഇതുണ്ട്. ഞാൻ ഷെഡിൽ കാണത്തില്ല, ഇവരൊന്നും ചെക്ക് ചെയ്തില്ലേ. ഓക്കെ, അത് തന്നെ സംഭവം കാണുന്നില്ല. ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട. അവിടെ ഒന്നും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് രാത്രി ഒന്ന് നോക്കാം. എന്തായാലും വീണ്ടും അകത്തങ്ങാനും കയറ്റി ഇതിൽ അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. ഓക്കെ, അപ്പം നമ്മൾ കത്തിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു രാത്രി പോകുന്നതായിരിക്കും കൊള്ളാമെന്ന് കേട്ടോ. അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേസ് രാത്രി ആവുന്നേരം. ഓക്കെ, അപ്പം നമ്മൾ രാത്രിയായിട്ടുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ ഒരു വെപ്പുമുടി മാസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഇടിയും മഴ കൊണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ കാർ എടുത്തുകൊണ്ടല്ല, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കാർ റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ മഴയത്ത് മോഷണം ചേച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കത്തിച്ചു. ഓക്കെ, നമ്മൾ ഈ കാറാണെന്ന് തോന്നുന്നു കേട്ടോ, രാവിലെ പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് എൻ്റെ അടുത്ത് ചോദിച്ചോ. ഓക്കെ, ഇതെന്നാ പോലീസ് സ്റ്റേഷനായില്ല, പക്ഷെ എന്തായാലും ചോദിച്ചു.
ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ കാർ കൊടുത്തുനിന്ന് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കൊണ്ടിടണമെന്നാണ് പറഞ്ഞ് മോഷണി കൊണ്ടുവന്നത്. മീൻസ് നമുക്ക് എഗ്രിമെൻ്റ് അയക്കുന്നത് 3 മില്യൺ ആണ് കേട്ടോ. 3 മില്യൺ ആണ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോറി, 3 മില്യൺ അല്ല, 3 ലാക്കാണ് ഇതിന് വേണ്ടി നമുക്ക് തരാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഓട്ടിക്കണം. ഈ വണ്ടി എനിക്ക് തോന്നി വണ്ടി ഒളിച്ചിടാം, ഒളിപ്പിച്ചിട്ടാകുന്നില്ല. ഇനി തോന്നി പൊട്ടിക്കണ്ട, നമുക്ക് രാവിലെ ഒന്ന് വണ്ടി വെള്ളത്തിൽ തകർന്ന് ഇവിടെ വെച്ച് പൊട്ടിച്ചാൽ ഈ കേസ് ഇച്ചിരി കുഴപ്പമാണ്. നമുക്ക് എന്തായാലും ഓടിപ്പോവാം കേട്ടോ. ചോന് ഇതെന്നെത്താനും കാര്യങ്ങളൊക്കെയാണ് എടുത്തൊക്കെ പോയിട്ടുണ്ട്. പിസ്റ്റലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, AK-47 ഇരിപ്പുണ്ട്. ഏറ്റവും ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒന്നും കാറും കാര്യങ്ങളൊന്നും കിടക്കും. എൻ്റെ ഓക്കെ, ഇവിടെ ഒന്നും കിടക്കൂല കേട്ടോ. ഇവിടെ വലുതായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, ഇതെന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എൻ്റെ മോൻ അവിടെ എങ്ങാനുണ്ടെങ്കിൽ. ഇതെന്താണ്? ബാത്റൂമാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരു തോന്നുന്നു അടുക്കളയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഒന്നും കിട്ടിയില്ലടാ. എൻ്റെ അമ്മ ഇത് എവിടെയാണ് കയറി ചെല്ലുന്നത്? നമ്മളിങ്ങനെ മണ്ടേ ചെന്ന് ഇതെന്താണ്? നമ്മളിങ്ങനെ മണ്ടേ ചെയ്യും. ഓക്കെ, അവിടെ എന്തോ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ പിടിച്ച് മണ്ടയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു സമയം ഇവിടുന്ന് ഓക്കെ, ഇത് മണ്ടനാണ് വണ്ടി ടെറസിൻ്റെ മണ്ട കൊണ്ടിട്ടേക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ഓക്കെ ഇതെന്തോ ഓക്കെ, നമ്മൾ ജെറ്റ് പാക്ക് ഇരിക്കാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇവിടെ വഴിയോ അതല്ലാതെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, ഒരു ഇൻവിസിബിൾ വഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാറിപ്പം കീയും കാര്യങ്ങളും എനിക്ക് അവിടെ കിട്ടിയായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ കീ വേറെ വല്ല അന്വേഷിച്ചുകൊണ്ട് പോയതാണ്. ഓക്കെ, ഇതെന്താണ്? എൻ്റെ മോനെ, പക്ഷെ എന്തായാലും ഇത് വണ്ടിയിലോട്ട് നമുക്ക് കയറാം. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ചാടിപ്പിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ബാക്കിലോട്ട് ഇടുക. ഈ വണ്ടി ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ചാടിപ്പിക്കുക. എൻ്റെ മോനെ, വണ്ടി അവിടെ കയറ്റി ചെറുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വണ്ടി സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ. എനിക്ക് എന്തായാലും ഒരു പോലീസുകാരുടെ കയ്യിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, സമയം നമ്മൾ നൈസായിട്ട് കത്തിച്ച് വിടാം പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മൾ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, 2 പോലും കാണിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചോദിച്ചു പോയി വണ്ടി അവിടെ ഉണ്ട്. ആ വണ്ടി നമുക്ക് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ കൊണ്ടിടാൻ പറഞ്ഞു. ഇച്ചിരി ഹൈഡാക്കി വെക്കണമെന്നാണ് പറഞ്ഞത് പുള്ളി. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ വീട്ടിലോട്ട് പോവാം. ഈ പോലീസുകാരുടെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരാൻ പറയാം. ഓക്കെ, അപ്പോൾ പുള്ളി നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിൽക്കണ്ട, എന്തായാലും നമുക്ക് പോവാം. ഇത് പാരാത്രിക്ക് നമ്മൾ ഇവിടെ വന്ന് ഇതിന് കണ്ടാൽ വീട്
നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയിരിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം ആയിരിക്കും. ബൈ.